നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മധുശ്രീ, കാർത്തിക, if you don't mind. I'm sorry. വിഷ്ണുവിനെ വലയിന്ന് രക്ഷിച്ചെടുക്കാൻ അവനെന്താ കടലിൽ പോയി ചാടിയോ? രക്ഷിക്കാൻ ഇവളാര്? അവന് വേണ്ടി ഞാൻ കുറെ കല്യാണം ആലോചിച്ചതാ. എല്ലാത്തിന്നും അവൻ വഴുതി മാറിക്കളഞ്ഞു. ഒടുവിൽ അവനറിയാതെ തന്നെ ഒരു കല്യാണ മണ്ഡപത്തിൽ കൊണ്ടുപോയി നിർത്തിയിരുന്നു ഇന്ന് രാവിലെ. അത് ശാലിനി വന്ന് മുടങ്ങിയെന്നാ ഞാൻ കരുതിയത്. പക്ഷേ വിഷ്ണു അവിടുന്ന് മുങ്ങിയത് നിന്നെ താലികെട്ടി ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനായിരുന്നു എന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല മോളെ. വിഷ്ണു ഇവളെ കെട്ടിയെന്നോ? നന്നായി മോളെ, സത്യാമ്മയുടെ മനസ്സ് നിറഞ്ഞു. അല്ല, ഈ കാര്യം മോളുടെ വീട്ടിൽ അറിയിക്കണ്ടേ? വീട്ടിൽ അറിയിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഇവളെന്തിനാ പേടിക്കുന്നത്? മോളെന്താ ഒന്നും പറയാത്തത്? വീട്ടിലുള്ള ആരുടെയെങ്കിലും നമ്പർ തന്നാ മതി. പെട്ടല്ലോ ദൈവമേ. പറയും മോളെ. നമ്പർ ഓർമ്മയില്ലെങ്കിൽ മോളുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, പേര് പറഞ്ഞാ മതി, ഞാൻ നമ്പർ എടുത്ത് വിളിച്ചോളാം. എനിക്ക് വീടൊന്നുമില്ല സത്യമ്മ. എന്നിട്ട് നീ ഇപ്പൊ വീടിന്റെ കാര്യം പറഞ്ഞതോ? എന്ത്? ഇതിനേക്കാൾ ചെറുതാ നിന്റെ വീടെന്നൊക്കെ? ഓ, അതോ? അത് വീടൊന്നുമല്ല സത്യമ്മ. അതൊരാശ്രമോ. ആശ്രമം? ആശ്രമോ? അനാഥാശ്രമം. അത് ഈ വീടിനേക്കാൾ ചെറുതായിരുന്നു. അമ്മയെ കണ്ട ഓർമ്മ എനിക്കില്ല. അവരൊരു സാധുവായിരുന്നിരിക്കണം. അതുകൊണ്ടല്ലേ അനാഥാശ്രമത്തിൽ എന്നെ പ്രസവിക്കേണ്ടി വന്നത്. പ്രസവത്തോടെ അമ്മ മരിച്ചു. പിന്നെ അനാഥാശ്രമത്തിലെ അമ്മമാരും അന്തേവാസികളും ഒക്കെയാ എന്റെ ബന്ധുക്കൾ. ലെ മലയാളം മൂവീസ് കുറച്ച് കണ്ടതുകൊണ്ട് ഡയലോഗ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. ഇവൾ എന്നേക്കാൾ വലിയ നടിയാണെന്ന് തോന്നുന്നല്ലോ. ഇപ്പൊ സത്യാമ്മന്റെ തോളത്തൊന്ന് കൈവയ്ക്കും. മോളെ, ഇനി എന്താ അടുത്ത ഡയലോഗ്? കിട്ടി, അത് തന്നെ. എനിക്കറിയാം സത്യാമ്മ, എനിക്ക് ഈ വീട്ടിലൊന്നും വന്ന് കയറാനുള്ള യോഗ്യതയില്ലാന്ന്. മൊത്തം സെന്റിയാണല്ലോ. ആര് പറഞ്ഞു മോൾക്ക് യോഗ്യതയില്ലെന്ന്? മോൾക്കേ അതിനുള്ള യോഗ്യതയുള്ളൂ. നോക്ക്, നീയാ ഇനി സത്യഭാമയുടെ മരുമകൾ. ഇവർ ഈ ഡയലോഗല്ലേ മുൻപ് എന്നോടും പറഞ്ഞത്?
ആരാ സത്യാമ്മ അത്? അത് പറഞ്ഞു കൊടുക്ക് സത്യമേ ഞാൻ ആരാണെന്ന്. ഇയാൾക്ക് മുന്നില് സത്യമേ ഇപ്പൊ എനിക്കൊരു മിനി ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. ഇന്ന് രാവിലെ സത്യമ്മ വിഷ്ണുവിനെ ഒരു കല്യാണ മണ്ഡപത്തിൽ കൊണ്ടുപോയി നിർത്തിന്ന് പറഞ്ഞില്ലേ? അവിടെ വിഷ്ണുവിന്റെ താലി കാത്തിരുന്ന പെണ്ണാ ഞാൻ. ഓ, ഇവളാണല്ലേ വിഷ്ണുവേട്ടൻ പറഞ്ഞ രക്ഷസ്. എന്ന് കരുതി നമുക്കിടയിൽ ഒരു ശത്രുതയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓൾഡ് ജനറേഷൻ അല്ലല്ലോ നമ്മള്. ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോ ജയിക്കാൻ മാക്സിമം ശ്രമിക്കും. ഒരാൾ ജയിച്ച് ട്രോഫി നേടിക്കഴിഞ്ഞാൽ പരസ്പരം ശത്രുതയോ വൈരാഗ്യമോ ഒന്നുമില്ല. പകരം ഒരു ഷേക്ക് ഹാൻഡ് ആവാം. മധുശ്രീ. കാർത്തിക. If you don't mind. I'm sorry. കാർത്തികയെ പരിചയപ്പെട്ടതിന്റെ ഒരു എക്സൈറ്റ്മെന്റില് ഇഫ് യു ഡോണ്ട് മൈൻഡ് കാർത്തികയുടെ നമ്പർ ഒന്ന് തരുമോ? കൊടുത്തേക്ക് മോളെ. നമുക്ക് വേണ്ടപ്പെട്ടയാളാ മധുശ്രീ. 91. എന്താന്നറിയില്ല, ഒരു സുദീർഘ ബന്ധത്തിന്റെ തുടക്കാന്ന് തോന്നുന്നു കാർത്തികയെ കണ്ടപ്പോ. മുമ്പ് എവിടെയോ കണ്ട് പരിചയമുള്ളതുപോലെ. വളരെ വേണ്ടപ്പെട്ട ഒരാളെ മറന്നു കളഞ്ഞ ശേഷം വീണ്ടും കണ്ടുമുട്ടിയതുപോലെ. മധുശ്രീ, ഇവൾക്ക് നല്ല ക്ഷീണമുണ്ട്. രാവിലെ മുതൽ ചടങ്ങിനൊക്കെ നിന്ന്. ഞാൻ പിന്നെ രാവിലെ മുതൽ വീട്ടില് മൂടിപ്പൊതിച്ച് കിടക്കുകയായിരുന്നല്ലോ, അതുകൊണ്ട് ഒട്ടും ടയേർഡല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.